Class 4. Wake up. Wake up. Wake up. It's a lovely day. Oh, please get up and come and play. The birds are singing in the trees, and you can hear the buzzing bees. Wake up, wake up. It's a lovely day. Oh, please get up and come and play. It's much too late to lie in bed. So hurry up, you sleepyhead. Wash and dress and come on out. Everyone is up and about. The cow, the horses, the ducks, and the sheep. The tiniest chicken, cheep, 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 wake up. Wake up. Wake up എന്ന് പറഞ്ഞാൽ എന്താ? ഉണരുക അല്ലേ? ഉറക്കത്തിൽ നിന്നും ഉണരാനായിട്ടാണ് പറയുന്നത്. രാവിലെ നിങ്ങളെ ആരാണ് ഉണർത്താറുള്ളത്? ഇവിടെ കണ്ടോ? ഈ ചാപ്റ്ററിൽ ഈ കാണിച്ചു തന്നിരിക്കുന്ന ചിത്രത്തിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാനായി കഴിയും എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദിവസമാണിത് എന്ന് അല്ലേ? വേക്ക് അപ്പ്, വേക്ക് അപ്പ്, ഇറ്റ്സ് എ ലവ്ലി ഡേ. ലവ്ലി എന്നാൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, അതായത് മനോഹരമായിട്ടുള്ള. ലവ്ലി ഡേ എന്നാൽ മനോഹരമായിട്ടുള്ള ഒരു ദിവസം. വേക്ക് അപ്പ്, വേക്ക് അപ്പ്, ഉണരൂ, ഉണരൂ, ഇതൊരു മനോഹരമായ ദിവസമാണ്. ഓ പ്ലീസ് ഗെറ്റ് അപ്പ്, ഓ ഒന്ന് ദയവ് ചെയ്ത് എഴുന്നേക്കൂ. ആൻഡ് കം ആൻഡ് പ്ലേ, എന്നിട്ട് വരൂ, കളിക്കൂ. ദ ബേർഡ്സ് ആർ സിംഗിങ് ഇൻ ദ ട്രീസ്. പക്ഷികളെല്ലാം മരങ്ങളിൽ ഇരുന്നു കൊണ്ട് പാടുന്നുണ്ട്. ആൻഡ് യു ക്യാൻ ഹിയർ ദ ബുസിംഗ് ബീസ്. അതുപോലെ തന്നെ നിനക്ക് എന്താണ് കേൾക്കാനായി കഴിയുക? ബുസിംഗ് ബീസ്. ബുസിംഗ് എന്ന് പറഞ്ഞാൽ ദ സൗണ്ട് ഓഫ് ദ ബീസ്. ബീസിൻ്റെ സൗണ്ടിനെയാണ് ബുസ് എന്ന് പറയുന്നത്. ബീസ് സൗണ്ട് ഉണ്ടാക്കുന്നത് ബുസ് എന്നാണ് സൗണ്ട്. നിനക്ക് എന്താണ് കേൾക്കാനായി കഴിയുക? ബീസിൻ്റെ ബുസിംഗ്. നിനക്ക് ബീസിൻ്റെ ശബ്ദം കേൾക്കാനായി കഴിയും. വേക്ക് അപ്പ്, വേക്ക് അപ്പ്, ഇറ്റ്സ് എ ലവ്ലി ഡേ. ഉണരൂ, ഉണരൂ, ഇതൊരു ലവ്ലി ആയിട്ടുള്ള, ഒരു മനോഹരമായിട്ടുള്ള ഒരു ദിവസമാണ്. ഓ പ്ലീസ് ഗെറ്റ് അപ്പ്, ഓ ദയവ് ചെയ്തൊന്ന് എഴുന്നേൽക്കൂ. ആൻഡ് കം ആൻഡ് പ്ലേ, എന്നിട്ട് വരൂ, കളിക്കാം. ഇറ്റ്സ് മച്ച് ടു ലേറ്റ് ടു ലൈ ഇൻ ബെഡ്. ലൈ ഇൻ ബെഡ് എന്നാൽ ബെഡിൽ കിടക്കുക. എന്തിനാണ് ബെഡിൽ കിടക്കുന്നത്? ഉറങ്ങാൻ അല്ലേ? സ്ലീപ്പ് ചെയ്യാൻ. ടു ലേറ്റ്, ടു ലേറ്റ് എന്നാൽ വളരെ വൈകിപ്പോയി. ബെഡിൽ കിടക്കേണ്ട സമയമെല്ലാം കഴിഞ്ഞു, ഇത് വളരെ വൈകിപ്പോയി, അതുകൊണ്ട് വേഗം എഴുന്നേറ്റ് വരൂ, നമുക്ക് കളിക്കാം. സോ ഹറി അപ്പ് യു സ്ലീപ്പി ഹെഡ്. അതുകൊണ്ട് ഹറി അപ്പ്. ഹറി അപ്പ് എന്നാൽ റഷ് അല്ലെങ്കിൽ ഹേസ്റ്റ്, ഒന്ന് വേഗം എഴുന്നേൽക്കൂ. യു സ്ലീപ്പി ഹെഡ്. സ്ലീപ്പി ഹെഡ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ടയേർഡ് ആയുള്ള ഒരു പേഴ്സണെ അല്ലെങ്കിൽ ലേസി ആയിട്ടുള്ള ഒരു പേഴ്സണെ പറയുന്നതാണ് സ്ലീപ്പി ഹെഡ് എന്ന്. ഇവിടെ ലേസി ആയിട്ടുള്ള പേഴ്സണെ പറയുകയാണ് സ്ലീപ്പി ഹെഡ് എന്ന്. അതുകൊണ്ട് വേഗം ഹറി അപ്പ്. സ്ലീപ്പി ഹെഡ് ആയിട്ടുള്ള, അതായത് ലേസി ആയിട്ടുള്ള കുട്ടി, നീ വേഗം എഴുന്നേറ്റ് പുറത്തേക്ക് വരൂ, നമുക്ക് കളിക്കാം. വാഷ് ആൻഡ് ഡ്രസ് ആൻഡ് കം ഓൺ ഔട്ട്. കഴുകി, അതായത് മുഖമെല്ലാം കഴുകി വൃത്തിയായിട്ട് ഡ്രസ്സെല്ലാം ചെയ്ത് പുറത്തേക്ക് വരൂ. എവ്രി വൺ ഈസ് അപ്പ് ആൻഡ് അബൌട്ട്. എല്ലാവരും എഴുന്നേറ്റ് കഴിഞ്ഞു. ആരെല്ലാമാണ് എഴുന്നേറ്റിരിക്കുന്നത്? ദ കൗ, ദ ഹൗസസ്, ദ ഡക്സ് ആൻഡ് ദ ഷീപ്പ്. പശു, അതുപോലെ ഹോഴ്സസ് കുതിരകൾ, ഡക്സ് താറാവുകൾ, അതുപോലെ തന്നെ ഷീപ്പ് ചെമ്മരിയാട്. ദ ടൈനിയസ്റ്റ് ചിക്കൻ, ചീപ്പ് ചീപ്പ് ചീപ്പ്, വേക്ക് അപ്പ്.
ടൈനിയസ്റ്റ് എന്നാൽ സ്മോളസ്റ്റ്, ഏറ്റവും ചെറിയ കോഴിക്കുഞ്ഞ് പോലും എഴുന്നേറ്റിട്ടുണ്ട്. എന്നിട്ട് എന്താണ് പറയുന്നത്? ചീപ്പ് 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 എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് വേക്ക് അപ്പ്, വേഗം ഉണർന്ന് ഡ്രസ്സ് എല്ലാം ചെയ്ത് പുറത്തേക്ക് വരൂ, നമുക്ക് കളിക്കാമെന്നാണ് പറയുന്നത്. നമുക്കൊന്ന് പാടി നോക്കാം. എൻ്റെ കൂടെ പാടണേ. വേക്ക് അപ്പ്, വേക്ക് അപ്പ്, ഇറ്റ്സ് എ ലവ്ലി ഡേ. ഓ പ്ലീസ് ഗെറ്റ് അപ്പ് and come and play. The birds are singing in the trees and you can hear the buzzing bees. Wake up, wake up, it's a lovely day. Oh, please get up and come and play. It's much too late to lie in bed, so hurry up, you sleepyhead. Wash and dress and come on out. Everyone is up and about. The cow, the horses, the ducks and the sheep. The tiniest chicken, cheep, cheep, cheep. Wake up.